അതിരടി ഊതിപ്പെരിപ്പിച്ച ബലൂണിന്റെ അവസ്ഥയായിരുന്നു. സത്യം പറയുവാണെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഞാൻ ആ സിനിമ പോയി കണ്ടത്. അങ്ങനെ ഒരു സിനിമ കാണണം ആദ്യം ഒന്നും ട്രailer ടീസറോ ഒന്നും ഇറങ്ങിയപ്പോൾ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പിന്നെ അവരുടെ മാർക്കറ്റിംഗ് ടീം ആ ഒരു സസ്പെൻസ് ഉണ്ട്, അതൊരു ഇതാണ്, ഭയങ്കര ത്രില്ലിംഗ് ആണ്, മറ്റതാണ് മറിച്ചതാണ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള പല പരസ്യങ്ങളും മാർക്കറ്റിംഗ് ചെയ്ത രീതികൾ എനിക്ക് ഭയങ്കര രീതിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഇന്നലെ തന്നെ പോയി സിനിമ കണ്ടു. ഞാൻ പ്ലാൻ ചെയ്തിട്ടാണ് ഒരു സിനിമ കാണാൻ പോകണമെങ്കിൽ സെൻട്രൽ സീറ്റിൽ ഏറ്റവും ബാക്കിൽ തന്നെ ഇരുന്ന് കാണുന്ന ആളാണ് ഞാൻ. പക്ഷെ ഇന്നലെ സെൻട്രൽ സീറ്റ് തന്നെയാണ് കിട്ടിയത്. പക്ഷെ അത് ഏറ്റവും ബാക്കിലൊന്നും ആയിരുന്നില്ല. അല്ല, ഏറ്റവും ബാക്ക് തന്നെയാണ്, പക്ഷെ അത്രയ്ക്ക് ബാക്കോ ഞാൻ ഇഷ്ടപ്പെടുന്ന സീറ്റുകളോ ആയിരുന്നില്ല. പോയി കണ്ടു കഴിഞ്ഞാൽ ആദ്യ സമയത്ത് ഒരു എൻഗേജ് ആയി വന്നെങ്കിൽ പിന്നെ ഒരു നമുക്ക് ഈഗോ ഹർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ രണ്ടു ശത്രുക്കളൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു കാരണം വേണ്ടേ. ഫസ്റ്റ് തന്നെ സിനിമ തുടങ്ങിയപ്പോൾ നമ്മുടെ സച്ചി അദ്ദേഹത്തിന്റെ ഇതൊക്കെ ഇങ്ങനെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇത് നന്ദിയൊക്കെ കാണിച്ച സമയത്ത് ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിന്റെ അയ്യപ്പനും കോശിനും ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഒരു ചെറിയ കാരണങ്ങൾ കൊണ്ട് വലിയ രീതിക്ക് ശത്രുത ഉണ്ടാവും, കാണുന്നവർക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും, അടിക്കണം ഇടിക്കണം. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു സിനിമയൊക്കെ നോക്കിയെന്ന് തോന്നുന്നു. കാരണം ആദ്യം എനിക്ക് ആ സച്ചിയുടെ അത് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, അങ്ങനത്തെ ഒരു സാധനം കുത്തിക്കയറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കാനായിട്ട് നോക്കിയതാണോ ഒന്നും. സീരിയസ്ലി സിനിമ ഓക്കെ ആണോ എന്ന് ചോദിച്ചു, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഫീൽ, അല്ലാതെ അയ്യേന്ന് വെക്കേണ്ട അവസ്ഥയൊന്നും വന്നില്ല. പക്ഷേ എന്തോ ഒരു പ്രതീക്ഷ ഒന്നും തന്നെയല്ല. എന്തിനാ ആൾക്കാർ ഇത്ര ഇടിച്ചു കയറി പോകാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് മനസ്സിലായി. കാരണം ഞാനും അങ്ങനെ പോയത് ആളാണ്. കാരണം അങ്ങനെ എത്രയും സാധനങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ച് പോയ ആളാണ് ഞാൻ. പക്ഷെ സിനിമയിൽ ഒന്നുമില്ല എന്നത് സത്യസന്ധമായ കാര്യമാണ്. നിങ്ങൾക്ക് പോവാതെ ഇരിക്കാം, ഞാൻ പറയുന്നില്ല, എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ആ സിനിമയിൽ വലുതായിട്ട് ഒന്നുമേ ഇല്ല കേട്ടോ. ഓക്കെ, ശരി, താങ്ക് യു.